ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെയാണ് വിധി പറയുക. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചിട്ടുണ്ട്. ഷിംജിതയുടെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷിംജിതയുടെ വീഡിയോ എഡിറ്റഡ് ആണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഷിംജിത 21 ദിവസമായി ജയിലിലാണെന്നും പരിശോധനാ ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പയ്യന്നൂരിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ ദീപക് തന്നോട് ലൈംഗികാതിക്രമം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. നിമിഷങ്ങൾക്കകം വൈറലായ ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയതോടെയുണ്ടായ മാനസിക വിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപകിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം നൽകിയ പരാതിയിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം സംഭവത്തിൽ ഷിംജിതയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. യാത്രക്കിടെ ഇത്തരമൊരു പരാതി ആരും ഉയർത്തിയിരുന്നില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം താൻ ഉന്നയിച്ച ലൈംഗിക ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഷിംജിത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങളിലോ ബസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ മൊഴികളിലോ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബസ്സിൽ നിന്ന് ഷിംജിത 7 വീഡിയോകൾ ചിത്രീകരിച്ചു. ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ വിവരം. ദീപകിന്റെ മരണത്തിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ദീപക് ജീവനൊടുക്കാൻ കാരണം ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ദൃശ്യങ്ങൾ സഹിതം ഉന്നയിച്ച ആരോപണങ്ങളാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ ഷിംജിത പറഞ്ഞത് താൻ ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ്. ഷിംജിതയുടെ വാദങ്ങളെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നു. ദീപകിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് വൈറലാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെയാണ് ഈ കേസിൽ വിധി വരുന്നത്. തുടർച്ചയായി തന്നെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ ജഡ്ജി അവധിയായതിനാൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു. താൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ ഷിംജിത പറയുമ്പോഴും കൂടുതൽ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ ഇത് ഷിംജിതയ്ക്ക് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഷിംജിതയുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫോണും അതിൻ്റെയൊക്കെ പരിശോധനാ ഫലം പുറത്തു വരട്ടെ എന്നാണ്. അതുവരെ ജാമ്യം കൊടുക്കരുതെന്നും.